ഗോലോകനാഥം നദപാരിജാതം ഗോഗോപഗോപീ നയനാബ്ജസൂരം നാനാവിഭൂഷാ പരിഭൂഷിതാംഗം നമാമി കൃഷ്ണം കരുണാപയോധിം. അഭിവന്ദ്യരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമന്നാരായണീയ ക്ലാസ്സിൽ നമ്മൾ 6ാമത്തെ ദശകം വിരാട് സ്വരൂപ വർണ്ണനം സമ്പൂർണമായി സമർപ്പിച്ചു. സമ്പൂർണമായി എന്ന് പറയാൻ സാധിക്കില്ല, ഭഗവാന്റെ ആ സ്വരൂപമാണ് വർണ്ണിക്കുന്നത്. ഇതൊരിക്കലും ഒരു മനുഷ്യബുദ്ധിക്ക് സമ്പൂർണമാക്കുവാൻ സാധ്യമല്ല. എങ്കിലും സ്ഥൂല ബുദ്ധികളായ മനുഷ്യർക്ക് ഭഗവാന്റെ ആ ഒരു തത്വം തെളിഞ്ഞു പ്രകാശിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് ധാരണാ സൗകര്യത്തിന് വേണ്ടി എന്ന് പറയും. ധാരണയെക്കുറിച്ച് നാം 4ാമത്തെ ദശകത്തിൽ കണ്ടതാണ് അല്ലെ. ഭഗവാൻ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ്. ഭഗവാൻ അല്ലാതെ ഇവിടെ ഒന്നുമില്ല. പക്ഷേ നമ്മുടെ ബുദ്ധിക്ക്, നമ്മുടെ ആ ബുദ്ധി തലത്തില് ഈ ഒരു തത്വം എത്തുവാൻ വളരെ പ്രയാസാണ്. എപ്പോഴും ധ്യാനനിരതരായിരിക്കുന്ന യോഗിവര്യന്മാര് ഇത് ഹൃദയത്തിൽ കണ്ടറിയുന്നു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. അപ്പോൾ വിരാട് രൂപത്തെ, എന്താണ് വിരാട് സ്വരൂപ വർണ്ണനം എന്നാണല്ലോ പറഞ്ഞത്. വിരാട് പുരുഷോൽപത്തിയിലും നാം അത് ചർച്ച ചെയ്തതാണ്. വിരാട്ട് വിവിധം രാജതേ ഇതി വിരാട്ട് എന്നാണ് ശബ്ദത്തിന്റെ വ്യുൽപ്പത്തി പറയാം. പല പ്രകാരത്തില് ഇതാ ഇങ്ങനെ പ്രകാശിക്കുന്നത് കൊണ്ട് വിരാട്ട്. ഇനി വിശേഷേണ രാജതേ ഇതി വിരാട്ട്, അതിശയിപ്പിക്കുന്ന വിധത്തിൽ ശോഭിക്കുന്നത് കൊണ്ട് വിരാട്ട്. വിവിധ രൂപത്തിലല്ലേ വിരാട് സ്വരൂപം. അതായത് എന്തെന്തെല്ലാം നാം കാണുന്നു പുറമേക്ക്, അതെല്ലാം ഭഗവാൻ തന്നെയാണ്, ഭഗവാന്റെ അവയവങ്ങൾ തന്നെയാണ്, ഭഗവാന്റെ ക്രിയയാണ് എന്നാണ് നാം ഈ ദശകത്തില് മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തിലും ഭഗവാനെ ദർശിക്കുക എന്നുള്ളത് യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ എന്ന് എഴുത്തച്ഛൻ പാടിത്തരും. അതേപോലെ എഴുത്തച്ഛൻ്റെ ആ ഒരു മലയാള ആ കാവ്യത്തില് നമുക്ക് ഭാഗവതത്തില്, മഹാഭാഗവതത്തില് നമുക്ക് ഈ വിരാട് സ്വരൂപ വർണ്ണന വളരെ മനോഹരമായിട്ട് വർണ്ണിച്ചു തന്നിട്ടുമുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ സ്ഥൂല ശരീരത്തിൽ കുടികൊള്ളുന്ന ചൈതന്യവും ഇതാണ്. സൂക്ഷ്മമായ ഒന്നിലാണ് ഈ സ്ഥൂലത്തെ നമുക്ക് ദർശിക്കേണ്ടത്. ആ സൂക്ഷ്മം മറഞ്ഞു നിൽക്കുകയാണ്. എത്രത്തോളം നമ്മുടെ ബുദ്ധി സൂക്ഷ്മമാകുന്നു അത്രത്തോളം നമുക്കിത് മനസ്സിലാകും, ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ. അതാണ് നമുക്കിവിടെ വർണ്ണിക്കുന്നത്. ഭഗവാന്റെ സ്വരൂപം തന്നെയാണ് ഇവിടെ കാണാകുന്നത്. സ്ഥൂലമായി വിടർന്നു നിൽക്കുന്ന ഈ ലോകം ഭഗവാന്റെ തന്നെ സ്വരൂപമാണ് എന്ന് ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. ഈ ദശകം പഠിക്കുന്നതോടൊപ്പം, പാരായണം ചെയ്യുന്നതോടൊപ്പം, ആവർത്തിച്ച് പാരായണം ചെയ്യുന്നതോടൊപ്പം ഈ തത്വം നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും. അപ്പൊ സകള സ്വരൂപവും നിഷ്കള സ്വരൂപവും ഉണ്ട്. ഭഗവാൻ നിഷ്കളനാണ്, എങ്കിലും സകള രൂപത്തില് ആരാധിച്ച് ആ നിഷ്കളനായ ആ രൂപത്തെ, ബ്രഹ്മതത്വത്തെ, എന്താണ് പ്രതിപാദ്യ വിഷയം? ബ്രഹ്മതത്വം തന്നെ മനസ്സിലാക്കുവാൻ ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ ഇങ്ങനെ സ്ഥൂലബുദ്ധികളായ ഭക്തജനങ്ങളുടെ ധാരണാ സൗകര്യത്തിനായിക്കൊണ്ടാണ് ഋഷീശ്വരന്മാര് ഈ 14 ലോകങ്ങളെ വിരാട് പുരുഷൻ എന്ന ഭഗവാന്റെ അവയവങ്ങളായിട്ട് വിഭാവനം ചെയ്ത് നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത് എന്നാണ് ആചാര്യന്മാര് പറയുന്നത്. എല്ലാം ഭഗവാൻ, എന്ത് കാണുന്നു അതെല്ലാം ഭഗവാൻ. ഭഗവാനെ ഇവിടെയുള്ളൂ, അത് നമുക്കറിയും. നിമിത്ത കാരണവും ഉപാദാന കാരണവും ഭഗവാൻ തന്നെ. കാരണം ഭഗവാൻ മാത്രമല്ലേ ഉള്ളൂ. സൃഷ്ടി ചെയ്യുമ്പോൾ ഭഗവാൻ തന്നെ പലതായി ചമയുകയാണ്, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ഓരോന്നും വർണ്ണിക്കുകയാണ്. ഭഗവാന്റെ പാദതലത്തെ ഇവിടെ ഈ ദശകത്തില്, അതായത് പാദങ്ങളുടെ അടിഭാഗത്തെ പാതാളമായിട്ട് വർണ്ണിച്ചിരിക്കുന്നു. പാദങ്ങളുടെ മുകൾ ഭാഗം രസാതലമായിട്ട് വർണ്ണിച്ചിരിക്കുന്നു. ഇനി നെരിയാണികള് മഹാതലമായിട്ടും, കണങ്കാലുകള് തലാതലമായിട്ടും, കാൽമുട്ടുകള് സുതല ലോകമായിട്ടും,
തുടകളുടെ കീഴ്ഭാഗം വിതലമായിട്ടും മേൽഭാഗം അതലമായിട്ടും അരക്കെട്ട് ഭൂതലമായിട്ടും. ഇനി നാഭി ഭുവർലോകമായിട്ടും വക്ഷസ് സ്വർലോകമായിട്ടും അതേപോലെ കണ്ഠദേശം മഹർലോകമായിട്ടും വർണ്ണിച്ചിരിക്കുന്നു. ഇനി മുഖം, ഭഗവാന്റെ അതിസുന്ദരമായ മുഖം ജനലോകമായിട്ടും അതേപോലെ തപോലോകമായിട്ടും വർണ്ണിച്ചിരിക്കുന്നു. ഇങ്ങനെ മേലോട്ടും താഴോട്ടും വർണ്ണിക്കാം. ശിരസ് സത്യലോകമായിട്ട് വർണ്ണിച്ചു തന്നിരിക്കുന്നു. അപ്പോ ആ സത്യലോകത്തെ സങ്കല്പിച്ച് നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊള്ളണം എന്നാണ്. ഏറ്റവും ശ്രേഷ്ഠമാണല്ലോ, അല്ലേ? ഇനി ബ്രഹ്മരന്ധ്രത്തെ, ആ ഭഗവാന്റെ ശിരസ് സങ്കല്പിച്ചു കഴിഞ്ഞു, സത്യലോകമാണെന്ന് സങ്കല്പിച്ചു. ശിരസിലെ ബ്രഹ്മരന്ധ്രത്തെ, ഏറ്റവും പ്രധാനമായ ഭാഗം, അതിനെ വേദങ്ങളായും കേശപാശങ്ങളെ മേഘങ്ങളായും വർണ്ണിച്ചിരിക്കുന്നു. ആകാശത്ത് പല നിറത്തിലാണ് മേഘങ്ങൾ. നീലമേഘ ശ്യാമള വർണ്ണൻ ഭഗവാനെ നാം വർണ്ണിക്കുന്നത്. ആ മേഘങ്ങളെ കാണുമ്പോൾ ഭഗവാന്റെ ആ മനോഹരമായ കേശഭാരമാണത് എന്ന് ഒരു ഭക്തൻ എപ്പോൾ അനുമാനിക്കുന്നു, ഭക്തന് ധന്യതയായി. ഇനി ഭഗവാന്റെ പുരികക്കൊടികളോ, മനോഹരമായ ആ പുരികക്കൊടികള് ബ്രഹ്മദേവന്റെ ഗൃഹമായിട്ടും, കാരണം ബ്രഹ്മദേവൻ അവിടെ വസിക്കുകയാണ്. ഭഗവാന്റെ പുരികക്കൊടികളുടെ ചലനം കൊണ്ടാണ് സൃഷ്ടി നടത്തുന്നത്, സൃഷ്ടി സംഭവിക്കുന്നത്. ഭഗവാന്റെ സങ്കല്പം കൊണ്ടാണ് ബ്രഹ്മദേവൻ സൃഷ്ടി നടത്തുന്നത്. ഇനി ഭഗവാന്റെ കൺപീലികൾ, അതിനെ രാത്രിയും പകലുമായിട്ടും വർണ്ണിച്ചിരിക്കുന്നു. സൂര്യനെ, സൂര്യചന്ദ്രന്മാരെ നേത്രങ്ങളായിട്ട് വർണ്ണിച്ചിരിക്കുന്നു. ഭഗവത് കടാക്ഷം സൃഷ്ടി കർമ്മമായിട്ട്, അതായത് ഭഗവാന്റെ ആ നോട്ടം, ഈ ക്ഷണം കൊണ്ടാണ് ഭഗവാൻ എല്ലാം സൃഷ്ടിക്കുന്നത്. അപ്പോൾ അതെല്ലാം സൃഷ്ടി കർമ്മങ്ങളാണ്. ഭഗവാന്റെ ഇച്ഛയാണ് സൃഷ്ടി. കർണങ്ങൾ ദിക്കുകളായിട്ട്, എല്ലാ ദിക്കുകളിലും ആ ഭഗവാനെ നമുക്ക് ദർശിക്കുവാൻ സാധിക്കണം. ഇനി ഭഗവാന്റെ ആ നാസികാ ദ്വാരങ്ങൾ അശ്വിനി ദേവന്മാരായിട്ട് വർണ്ണിച്ചിരിക്കുന്നു. നാസത്യൻ, ദസ്രൻ. ഇനി ഭഗവാന്റെ മനോഹരങ്ങളായ അധരപുടങ്ങളിലേക്ക് വന്നാലോ, ആ കീഴ്ചുണ്ടും മേൽചുണ്ടും യഥാക്രമം ലോഭവും ലജ്ജയുമായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചാൽ നമുക്കത് മനസ്സിലാകും. ലോഭം വരുമ്പോൾ നാം എങ്ങനെയാ പ്രവർത്തിക്കുക, ലജ്ജ വരുമ്പോൾ എങ്ങനെയാ പ്രവർത്തിക്കുക എന്ന് ചിന്തിച്ചാൽ ഈ വർണ്ണന എത്ര മനോഹരമാണെന്ന് നമുക്ക് മനസ്സിലാകും. ദന്തങ്ങൾ, മനോഹരമായ ദന്തനിരകൾ നക്ഷത്ര സമൂഹങ്ങളായിട്ട് വർണ്ണിച്ചു തന്നിരിക്കുന്നു നമുക്ക്. അപ്പോൾ ഒരു ഭക്തൻ ഈ ലോകത്തിൽ എന്ത് കണ്ടാലും അത് ഭഗവന്മയമായിട്ട്, ഭഗവാനായിട്ട് കാണണം, ഭഗവാന്റെ അവയവങ്ങളായിട്ട് കാണണം എന്നാണ് ഇവിടെ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്. അങ്ങനെ കാണുന്നത് കൊണ്ട് എന്ത് പ്രയോജനം എന്ന് ചോദിക്കും. അങ്ങനെ കാണുന്നത് കൊണ്ട് നമുക്ക് എത്ര ആ ഭഗവാന്റെ സ്വരൂപത്തെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി ദംഷ്ട്ര, യമനായിട്ടും ഭഗവാന്റെ അതിസുന്ദരമായ മന്ദഹാസം, ആ മന്ദസ്മിതം, രാധാസഹായം അതിസുന്ദര മന്ദഹാസം, അത് മായാവിലാസഹസിതം, അത് മായയാണ്. ഭഗവാന്റെ പൂപ്പുഞ്ചിരി മായയാണ്. വിശ്വരൂപ ദർശന സമയം ഓർമ്മയുണ്ടോ? യശോദാമ്മയുടെ മടിയിലിരുന്ന് അങ്ങനെ ആ വാത്സല്യധാര നുണഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മ മതിമറന്നിരിക്കുകയാണ്. ഉണ്ണിയെ, ഈ സച്ചിദാനന്ദ കട്ടയെ മാറോട് ചേർത്ത് പാലൂട്ടി തരളമതി യശോദ സ്തന്യദാധന്യ ധന്യ, അതിധന്യായ ഗോപിക. ഇത്രയും ഭാഗ്യമുള്ളൊരു ഗോപി ആരുണ്ട്? അങ്ങനെ പാലൂട്ടി ആ ചന്താമര പോലെ വിടർന്ന മുഖം മാടി നോക്കി, അളകങ്ങൾ ഒതുക്കി വെച്ച് നെറുകയിലൊരു ഉമ്മ കൊടുത്ത് കവിൾത്തടങ്ങൾ തലോടി ചെഞ്ചുണ്ടി വായ്മലരിലേക്ക് അങ്ങനെ നോക്കുമ്പോ ഇപ്പൊ മുളച്ചു വന്ന 2 കുഞ്ഞരി പല്ലുകൾ ഉണ്ണി. അങ്ങനെ അമ്മ ആനന്ദ കട്ടയായിട്ട് ആ ഭഗവാനെ കണ്ടുകൊണ്ട് അതേപോലെ യശോദയും
ആനന്ദാതിരേകത്തിലിരിക്കുന്ന സമയത്ത് സർവവും മറന്ന്, ആനന്ദമാണല്ലോ ഭഗവാന്റെ സ്വരൂപം, യശോദ ലയിച്ചിരിക്കുന്ന സമയത്താണ് ഭഗവാൻ അമ്മയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചത്. പുഞ്ചിരിച്ചു. എന്നിട്ട് എന്താണ്? വായ പൊളിച്ചങ്ങനെ കാണിച്ചു. കോട്ടുവാ കൊണ്ടുവാലൻ ഉലകെല്ലാം കാട്ടി യശോദയ്ക്കുടൻ വാട്ടം ഭവിച്ചവനെ. ചൊല്ലിയത് ശരിയാണോ എന്നറിയില്ല, എങ്കിലും ഇങ്ങനെയാണ് അമ്മമാര് പാടി കേട്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വായ പൊളിച്ചപ്പോ ആ ഉള്ളിലേക്ക് നോക്കി, നോക്കുന്ന മാത്രയിൽ എന്തെന്തെല്ലാം കണ്ടില്ല യശോദ, എന്തെന്തെല്ലാം ഉണ്ണി വായ്ക്കുള്ളിൽ കണ്ടില്ല അല്ലെ? ആകാശം, ഭൂമി, സമുദ്രം, പർവ്വതങ്ങള്, എന്തെന്തെല്ലാം കണ്ടില്ല. അങ്ങനെ യശോദ മതിമറന്ന് ഇത് എന്താന്നിങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഒരു നിമിഷം കൊണ്ട് വീണ്ടും ഒരു പൂപ്പുഞ്ചിരി കൊണ്ട് യശോദയെ സ്വബോധത്തിലേക്ക് കൊണ്ടുവരുന്ന മായാവിലാസഹസിതം ആണ് ഭഗവാന്റെ മായ. ഇനി ശ്വാസോച്ഛ്വാസം, അതിനെ കാറ്റായും നാക്കിനെ ജലമായും വാക്കിനെ പക്ഷിക്കൂട്ടമായും. അത് മനോഹരമായ വർണ്ണന തന്നെ. ശകുന്തപംക്തി, എത്ര മനോഹരമായിട്ട് പാടുന്ന ആ കിളികളുണ്ട്. അത് ഭഗവാന്റെ വാക്കുകൾ തന്നെയാണത്രേ. സ്വരസമൂഹത്തെ സിദ്ധാദികളായിരിക്കുന്ന ദേവന്മാരായും മുഖത്തെ അഗ്നിയായും അതേപോലെ ഹസ്തങ്ങളെ ദേവന്മാരായും സ്തനങ്ങളെ ധർമ്മദേവനായും വർണ്ണിച്ചിരിക്കുന്നു. ഇനി ഭഗവാന്റെ പിൻഭാഗം, ധർമാധർമ്മങ്ങൾ ഭഗവാനിൽ തന്നെയാണ് എന്ന് കാണിക്കുവാനാണ്. ലോകമുള്ള കാലത്തോളം ധർമ്മവുമുണ്ട് അധർമ്മവുമുണ്ട്. ആ പിൻഭാഗത്തെ അധർമ്മമായും മനസ്സിനെ ചന്ദ്രനായും അതേപോലെ ഹൃദയത്തെ മൂലപ്രകൃതിയായും ഭഗവാന്റെ കുക്ഷിയെ സപ്ത സമുദ്രങ്ങളായും വർണ്ണിച്ചിരിക്കുന്നു. മനോഹരമായ ആ വസ്ത്രത്തെയോ അതിനെ രണ്ട് സന്ധ്യകളായിട്ട് വർണ്ണിച്ചു തന്നിരിക്കുന്നു. സന്ധ്യകള് ഉഷസന്ധ്യയാകട്ടെ സായം സന്ധ്യയാകട്ടെ ഏവർക്കും അതിഷ്ടം തന്നെയാണ്. ആ സന്ധ്യയുടെ മനോഹാരിത കാണുമ്പോൾ ഭഗവാന്റെ പീതാംബരം ഓർക്കാതിരിക്കരുത് ഇനിയെങ്കിലും. ഇനി ഭഗവാന്റെ ആ ലിംഗത്തെ പ്രജാപതിയായും വൃഷണങ്ങളെ മിത്രദേവനായും കടിതടത്തെ മൃഗങ്ങളായും അതേപോലെ തന്നെ ഭഗവാന്റെ തൃക്കാലിണകളെ, ആ നഖങ്ങളെ ഒന്ന് ചിന്തിക്കുക. ആ നഖങ്ങളെ ആന, ഒട്ടകം, കുതിര എന്നീ നാൽക്കാലികളായും അതേപോലെ ഭഗവാന്റെ ആ ഒരു ഗമനം, സഞ്ചാരം, അതാണ് കാലമായും. ഭഗവാന്റെ മുഖം, ബാഹുക്കള്, തുടകള്, പാദങ്ങള് എന്നിവയെ ക്രമത്തില് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രാദികളായും വർണ്ണിച്ചിരിക്കുന്നു. ഭഗവാന്റെ ക്രിയകള് സംസാരചക്ര പ്രവർത്തനമായിട്ട്, ഭഗവാന്റെ ക്രിയ കൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല. എന്നാൽ ആ ഭഗവാന്റെ ക്രിയ സംസാരചക്ര പ്രവർത്തനമായിട്ട് വർണ്ണിച്ചിരിക്കുന്നു. ഭഗവാന്റെ പരാക്രമം അസുരന്മാരുടെ ആ കൂട്ടമായിട്ടും ആ ഭഗവാന്റെ അസ്ഥി സമൂഹത്തെ പർവ്വതങ്ങളായിട്ടും കൽപ്പിച്ചു തന്നിരിക്കുന്നു. നാഡികള് നദികളായിട്ടും രോമങ്ങൾ വൃക്ഷങ്ങളായിട്ടും സങ്കല്പിച്ചു തന്നിരിക്കുന്നു. അങ്ങനെ കർമ്മങ്ങളുടെ എപ്പോ പ്രാരബ്ധം എത്തുന്നു? കർമാവസാന സമയേ സ്മരണീയമാഹോ, അപ്പോൾ മാത്രമേ ഇത് ഭരിക്കുകയുള്ളൂ മനസ്സിലേക്ക്. ഇത് നാരായണീയത്തില് ഈ ദശകം ജപിക്കുക, അതേപോലെ തന്നെ ശ്ലോകങ്ങള് അർത്ഥം മനസ്സിലാക്കുക. ഇതെല്ലാം ആ സമയത്ത് തന്നെയാണ് സാധിക്കുക പുണ്യം എത്തുമ്പോൾ. അപ്പോൾ കർമാവസാനത്തില് സ്മരണീയമാണ് ഇത് എന്ന് പണ്ഡിതന്മാര് അഭിപ്രായപ്പെടുന്നു. വിരാട് പുരുഷന്റെ അന്തര്യാമി സ്വരൂപനായിട്ടിരിക്കുന്ന ശുദ്ധ സത്വമൂർത്തിയായ ഭഗവാനെ തന്നെ സ്മരിച്ച് ജീവിതം ധന്യമാക്കുന്നവരത്രേ ശ്രേഷ്ഠര് എന്ന് തന്നെയാണ് വർണ്ണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ജഗന്മയ വപുസിന്റെ അന്തരാത്മാവാണ് ഭഗവാൻ.
നാം അത് ദശകത്തിലും കണ്ടതാണ്. അങ്ങനെയുള്ള ഗുരുവായൂരപ്പനെ വാതാലയാധിപ, നാം അത് ദശകത്തിലും നന്നായിട്ട് തന്നെ കണ്ടിരിക്കുന്നു. അത് മനസ്സിലാക്കണം. വാദം വായു, ആലയം ആ വായുപുരം, വായുപുരത്തിന്റെ അധിപൻ ശ്രീ ഗുരുവായൂരപ്പൻ. വാദം വായു, അത് പ്രാണൻ, നമ്മുടെ പ്രാണൻ. പ്രാണന്റെ പുരം ശരീരം, അതിൻ്റെ നാഥൻ ആത്മാവ് തന്നെയാണ്. ശ്രീ ഗുരുവായൂരപ്പന്റെ ആ അംശം തന്നെയാണ് നമ്മുടെ ഉള്ളിൽ ആത്മസ്വരൂപമായി, അതായത് പരമാത്മാവിന്റെ അംശം തന്നെയാണ് നമ്മൾ ഓരോരുത്തരും എന്ന് ഈ സംബോധനയിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. അങ്ങനെ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട്, ഹേ ഗുരുവായൂരപ്പ, സമസ്തവുമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന അങ്ങയ്ക്ക് എൻ്റെ രോഗസമൂഹങ്ങളെ നിരോധനം ചെയ്യുക എന്നതും എളുപ്പം തന്നെയാണ്, എനിക്ക് സങ്കല്പം മാത്രം പോരും എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മെ ആ വാതാലയാധിപനെ സ്തുതിച്ചാൽ മാറാത്ത രോഗങ്ങളില്ല എന്ന് ഉറപ്പിച്ചു തന്നുകൊണ്ട് ഈ ദശകം ഉപസംഹരിക്കുന്നത്. ഭഗവാൻ നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഈ എളിയ വാക്കുകളിൽ ഭഗവാൻ സന്തുഷ്ടനായി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ ദശകത്തെയും ഭഗവാന്റെ പൊന്നതൃപാദങ്ങളിൽ സമർപ്പിക്കുന്നത്. ഭക്തജനങ്ങളുടെ ഏവരുടെയും സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും മുമ്പിൽ എൻ്റെ വിനീതമായ നമസ്കാരം. ഈ എളിയ പ്രയത്നം ഭക്തജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും ഒക്കെ ഈ ചാനലിനെ പ്രോത്സാഹിപ്പിക്കണം. കമൻസ് ഒക്കെ കാണുമ്പോൾ സത്യമായിട്ടും വളരെ സന്തോഷം ഉണ്ടാവും അല്ലേ? അപ്പോൾ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്തേ.